നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. എനിക്ക് വേണ്ടത് മുസ്ലിം ബാസ്റ്റേഡ്സിന്റെ ഡെഡ് ബോഡികളാണ്. ഇതെന്റെ ഉത്തരവാണ്, അനുസരിക്കുക. തന്റെ ഓഫീസിലിരുന്ന കീഴ് ജീവനക്കാരനോട് പൊതുജനത്തിന് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിടുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് ഇവ. ഇവിടെ സംഘർഷമൊന്നുമില്ല സർ. ഞാനിവിടെ കാണുന്നത് 2 പെൺകുട്ടികൾ വീടിന് മുന്നിൽ കളിച്ചു നിൽക്കുന്നതാണ്. പോലീസ് വാഹനത്തെ നോക്കി വേറൊരാൾ നിൽക്കുന്നുണ്ട്, മറ്റൊന്നുമില്ല. വെടിവെപ്പ് നടത്തൂ എന്ന ഉദ്യോഗസ്ഥന്റെ ആവശ്യം തള്ളി സ്ഥലത്തുണ്ടായിരുന്ന കീഴുദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ കൂടുതൽ പ്രകോപിതനായാണ് ആ മേലുദ്യോഗസ്ഥൻ വെടിവെക്കാനുള്ള അന്ത്യശാസനം നൽകിയത്. ഇത് അക്ഷരം പ്രതി അനുസരിച്ച കീഴുദ്യോഗസ്ഥർ ഒടുവിൽ 11 വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ജീവനറ്റ ശരീരം തന്റെ മേലുദ്യോഗസ്ഥന് സമ്മാനമായി നൽകി. സ്വന്തം വീടിന് മുന്നിൽ തന്റെ അനിയത്തിക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന സിറാജുന്നിസ എന്ന 11-കാരിയാണ് പോലീസുകാർ മൃതശരീരമായി മേലുദ്യോഗസ്ഥന് നൽകിയത്. മുസ്ലിം മൃതദേഹം ആവശ്യപ്പെട്ട സാറിനുള്ള സമ്മാനം. 1991 കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാലക്കാട് മേപ്പറമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് കോഴിക്കോട് DIG ആയിരുന്ന രമൺ ശ്രീവാസ്തവയാണ് ഈ വെടിവെപ്പ് നടത്താൻ ഉത്തരവിട്ട മേലുദ്യോഗസ്ഥൻ. വർഷങ്ങൾക്കിപ്പുറം ഇതേ രമൺ ശ്രീവാസ്തവ പിണറായി വിജയന്റെ പോലീസ് സേനയുടെ ഉപദേശകനായി മടങ്ങിയെത്തുകയാണ്. 1991 ഡിസംബർ 15 പാലക്കാട് കളക്ടറുടെ ചേംബറിൽ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിയമസഭാ സമിതി രൂപീകരിച്ചതിന്റെ യോഗം നടക്കുകയാണ്. അന്ന് ഒറ്റപ്പാലം MLA ആയിരുന്ന VC കബീറും ജലസേചന മന്ത്രിയായിരുന്ന TM ജേക്കബുമെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കളക്ടറിന്റെ ചേംബറിൽ വയർലെസ്സിലൂടെ പോലീസിന്റെ ഉത്തരവും നിർദ്ദേശങ്ങളും പശ്ചാത്തലത്തിൽ കേൾക്കാം. മേപ്പറമ്പ്, പുതുപ്പള്ളി ഭാഗങ്ങളിൽ നേരിയ പ്രശ്നങ്ങളുണ്ടായിരുന്നതിനാൽ അവിടെ നിന്നുള്ള പോലീസ് നടപടികൾ നേരിട്ടറിയാനായിരുന്നു കളക്ടറുടെ ചേംബറിൽ അപ്പോൾ വയർലെസ് പ്രവർത്തിപ്പിച്ചിരുന്നത്. അന്ന് അവിടെ കേട്ട വയർലെസ് സന്ദേശങ്ങൾ എന്താണെന്ന് VC കബീർ പറയുന്നു. ഷൂട്ട് ചെയ്യാൻ വേണ്ടി രമൺ ശ്രീവാസ്തവ നിർദ്ദേശിക്കുന്നത് കേട്ടപ്പോഴാണ് തങ്ങൾ യോഗം നിർത്തി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എല്ലാവരെയും ഷൂട്ട് ചെയ്യാൻ രമൺ ശ്രീവാസ്തവ നിർദ്ദേശിക്കുന്നു. പിന്നീടാണ് അവിടെ വെടിവെപ്പുണ്ടായത്. ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കിയ സംഭവമായിരുന്നു 91 സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ മുരളി മനോഹർ ജോഷി നടത്തിയ ഏകതാ യാത്ര. അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച് രാംക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യമുന്നയിച്ച് കശ്മീർ മുതൽ കന്യാകുമാരി വരെയായിരുന്നു ആ യാത്ര. ഈ യാത്രയെ അനുകൂലിച്ചും അഭിവാദ്യങ്ങൾ അർപ്പിച്ചും സംസ്ഥാനമൊട്ടാകെ സംഘപരിവാർ സംഘടനകൾ ഉപയാത്രകളും നടത്തിയിരുന്നു. ഇതാണ് ഒടുവിൽ പാലക്കാട്ടെ വെടിവെപ്പിൽ കലാശിച്ചത്. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന സിറാജുന്നിസയുടെ മൂക്കിന് താഴെ വെടിയുണ്ട തുളച്ചുകയറി മറുവശത്തേക്ക് പോയി. തൽക്ഷണം മരിക്കുകയും ചെയ്തു. വെടിയേറ്റു വീണ അവളെ എടുക്കാൻ ശ്രമിച്ച വീട്ടുകാർക്കും അടുത്തുണ്ടായിരുന്ന അനിയത്തിക്കുമെല്ലാം പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റു. എന്നാൽ വൈദ്യുത പോസ്റ്റിലേറ്റ് വെടിയുണ്ട തിരിച്ചടിച്ചപ്പോഴാണ് സിറാജുന്നിസയുടെ തലയിൽ കൊണ്ടതെന്നായിരുന്നു പോലീസ് ഉണ്ടാക്കിയ തിരക്കഥ. 100 പേരുമായി സംഘം ചേർന്ന് പോലീസിനെ ആക്രമിക്കാൻ വന്ന തീവ്രവാദി സംഘത്തിന്റെ നേതാവായി 11-കാരി സിറാജുന്നിസയെ പോലീസ് ചിത്രീകരിക്കുകയും ചെയ്തു. അന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന കൊളക്കാടൻ മൂസ ഹാജി സുപ്രീം കോടതിയെ വരെ സമീപിച്ചെങ്കിലും ഒരു പോലീസുകാരൻ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇത് വലിയ വിഷയമായി ഉയർത്തിയെങ്കിലും അധികാരത്തിലെത്തിയപ്പോൾ വിഷയം മറന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അതേ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി നിയമിക്കുന്ന പോലീസ് ഉപദേശകനായാണ് രമൺ ശ്രീവാസ്തവ മടങ്ങിയെത്തുന്നത്. ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.